ഞാനിപ്പോൾ ഉള്ളത് കബാട്ടാഷ് ഹബിലാണ്. കരിങ്കടലിനെയും മർമരക്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന യൂറോപ്യൻ ഭാഗത്തുള്ള ബോസ്ഫറസ് കടലിടുക്കിന്റെ തീരത്താണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഇസ്താംബുളിലെ ഒരു പ്രധാന ഗതാഗത കേന്ദ്രമാണിത്. അതുപോലെ തന്നെ യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും എത്താനുള്ള ഒരു പ്രധാന കവാടം കൂടിയാണിത്. ഓട്ടോമൻ കാലഘട്ടത്തിൽ കബാട്ടാഷ് ഒരു പ്രധാനപ്പെട്ട തുറമുഖമായിരുന്നു. യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നും വരുന്ന കപ്പലുകൾ ഇവിടെയായിരുന്നു അടുത്തിരുന്നത്. ഇതാണ് ടക്സിം സ്ക്വയർ. നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. സ്ക്വയറിന്റെ മധ്യഭാഗത്തുള്ള റിപ്പബ്ലിക് മോണ്യുമെന്റ് തുർക്കി റിപ്പബ്ലിക് സ്ഥാപിച്ചതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലിനായി നിലകൊള്ളുന്നു. ഇതാണ് ടക്സിം മോസ്ക്. ഇതൊരു പുതിയ നിർമ്മിതിയാണ്. 2021 ഇത് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. സാംസ്കാരികമായും രാഷ്ട്രീയപരമായും പ്രാധാന്യമുള്ള ഒരു നിർമ്മിതിയാണിത്. ടക്സിം എന്ന പേര് ഓട്ടോമൻ കാലഘട്ടത്തിൽ നിന്നാണ് ഉണ്ടായത്. ഇസ്തിക്ലാൽ സ്ട്രീറ്റ് എന്നാണ് ഈ സ്ട്രീറ്റിന്റെ പേര്. ഈ പോകുന്നത് ഒരു ട്രാമാണ്. നൊസ്റ്റാൾജിക് ട്രാം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ആളുകൾ പ്രധാനമായും കാഴ്ചകൾ കാണുവാനും പഴയ ഇസ്താൻബുളിന്റെ അന്തരീക്ഷം ആസ്വദിക്കാനുമാണ് ഇതിൽ യാത്ര ചെയ്യുന്നത്. ഇവിടെ നിരവധി റെസ്റ്റോറന്റുകളും ഷോപ്പുകളുമുണ്ട്. രാത്രികാലങ്ങളിൽ ഇവിടുത്തെ സ്ട്രീറ്റ് വളരെ സജീവമാണ്. ഈ സ്ട്രീറ്റ് ടക്സിം സ്ക്വയറിൽ നിന്നും തുടങ്ങി ഗലാട്ട ടവർ വരെ നീണ്ടുകിടക്കുന്നു. ലോകോത്തര ബ്രാൻഡുകളുടെയും അതുപോലെ പലതരത്തിലുള്ള പരമ്പരാഗത തുർക്കിഷ് വിഭവങ്ങൾ കിട്ടുന്ന ഒരുപാട് റെസ്റ്റോറന്റുകളും ചെറിയ ഷോപ്പുകളും ഇവിടെ ധാരാളമുണ്ട്. ഇപ്പോൾ ഞാൻ നേരെ പോകുന്നത് ഒരു പെർഫ്യൂം ഷോപ്പിലേക്കാണ്. ഇതുപോലെയുള്ള ഒരുപാട് പെർഫ്യൂം ഷോപ്പുകൾ ഇവിടെയുണ്ട്. ഏതൊക്കെ വെറൈറ്റികളാണ് അവിടെ ഉള്ളതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം.